ജന്തർ മന്ദറിലെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചും CJP സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചും ആലപ്പുഴയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് ഉൾപ്പെടെ കടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടുകൂടിയാണ് പോലീസ് ഇടപെടുകയും പ്രവർത്തകർ ഓരോരുത്തരെയായി ബലം പ്രയോഗിച്ച് പുറത്തേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രവർത്തകരും പ്രതിഷേധക്കാരും പോലീസും തമ്മിലുള്ള വാക്കേറ്റവും ഉന്തും തള്ളുമൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാര്യമില്ലാത്ത സമരമാണ്. ഒരു കാര്യമില്ലാത്ത ഒരാവശ്യമില്ലാത്ത സമരമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാണിച്ചവൻ നിന്നെ പോലെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു മനോജ്. കേരളത്തിൽ ഇന്ന് വിദ്യാഭ്യാസ ബന്ധ കേസ് നടത്തി. നീറ്റ് പരീക്ഷ ഒരു കാവിയിട്ട ഒരു പോലീസുകാരൻ, അവന്റെ പേരെനിക്കറിയില്ല, സിയ, അവൻ ഇവിടെ വന്ന് മര്യാദയ്ക്ക് സമരം ചെയ്ത് ഞങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് ബലം പിടിക്കാൻ വനിതകളെ പേര് വിളിക്കാനും ബോഡി എന്ന് വിളിക്കാനും ചീത്ത വിളിക്കാനും ഇവനാരാ പെർമിഷൻ കൊടുത്തത്? ഇപ്പൊ കാവിയിട്ട പോലീസുകാർ ഇവിടെ ആവശ്യമില്ല. ഇത് ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കുമ്പോൾ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ ഒരു പോലീസുകാരനെ ഇവരെ നിയമപരമായി ഞങ്ങൾ കൈകാര്യം ചെയ്യും. ഈ സമരം വരുന്ന നാളുകളിൽ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ ഈ CIക്കെതിരെ അതിശക്തമായ പ്രതിഷേധമാണ്. അതൊരു തർക്കവുമില്ല. അങ്ങനെ ഇങ്ങനെയുള്ള പോലീസുകാരെ, കാവി കളത്തിലിട്ട പോലീസുകാരെ കേരള പോലീസിന് ആവശ്യമില്ല. ഈ CIക്കെതിരെ അതിശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിലേക്ക് ഈ CIക്കെതിരെ മാർച്ച് ഇവിടെ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഈ സമരം വരും ദിവസങ്ങളിൽ തുടരും. തീയോട് വരെയൊക്കെ പറയാനുണ്ട്. എന്നോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് കാവിയിട്ട പോലീസിന്റെ കളവല്ല, ഇത് കേരളമാണ്. ഇങ്ങനെയുള്ള ഒന്നിനും കേരളം വകവെച്ച് തരില്ല. അഭ്യാസവും വനിതകളോടുള്ള പെരുമാറ്റവും മാന്യമായിരിക്കണമെന്ന് സിയോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വനിതാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമാണ് ഇപ്പോൾ വാക്കുതർക്കത്തിലും കയ്യാങ്കളിയിലേക്കും പോയത്. പ്രവർത്തകരെ പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായത്. ജോസി ബാബുവിന്റെ വിവരങ്ങൾ നൽകാനായി. ജോസി, എന്താണ് അവിടെ ഉണ്ടായത്? ഈ പ്രവർത്തകർ ഈ പോസ്റ്റ് ഓഫീസിനകത്തേക്ക് കയറാൻ ശ്രമിച്ചതാണോ പോലീസ് ഇടപെടലിലേക്ക് നയിച്ചത്? ദിവ്യ, പ്രവർത്തകർ പോലീസ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് അകത്ത് കയറി പ്രതിഷേധിച്ചും SFI മാർച്ച് അല്പസമയം മുമ്പാണ് അവസാനിച്ചത്. അതിനുശേഷം പോലീസും മറ്റ് സംഘങ്ങളും പിരിഞ്ഞു പോയിരുന്നു. അതിനുശേഷം ഒരു 3:30 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആദ്യം കവാടം ഉപരോധിക്കുകയും പിന്നീട് ഓഫീസിനകത്ത് കയറുകയും ചെയ്തു. ഓഫീസിനകത്തിരുന്ന് മുദ്രാവാക്യം വിളിച്ചതിന് പിന്നാലെയാണ് പോലീസ് എത്തിയത്. എന്തായാലും അതിനിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് പോലീസ് മോശമായി പെരുമാറി, പോലീസ് BJPക്കാരുടെ രീതിയിലാണ് പ്രവർത്തിച്ചത് എന്ന ഗൗരവതരത്തിലുള്ള ആരോപണമാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ ഉന്നയിക്കുന്നത്. എന്തായാലും പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ പുറത്ത് എത്തിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തെ തുടർന്നായിരുന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ തർക്കമുണ്ടായത്. എന്തായാലും ഈ ചെറിയ തർക്കം പിന്നീട് റോഡിലേക്ക് വ്യാപിച്ചതോടെ ഏറെ സമയം ഗതാഗത തടസ്സവും നേരിട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ആ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടില്ല. പോലീസും പ്രവർത്തകരും റോഡിന്റെ ഇരുവശങ്ങളിലായി നിൽക്കുകയാണ്. പൂർണ്ണമായും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസ് ശ്രമിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് അരിത ബാബു അടക്കമുള്ള നേതാക്കൾ ഈ
സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അതേസമയം മുന്നറിയിപ്പൊന്നും ഇല്ലാതെയാണ് പെട്ടെന്നൊരു സമരം നടന്നതെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പോലീസ് സുരക്ഷയൊന്നും ഏർപ്പെടുത്തിയിരുന്നില്ല. പിന്നീട് ഈ സമരം തുടങ്ങിയതിനു ശേഷമാണ് പോലീസ് എത്തുകയും ചെയ്തത്. എന്തായാലും ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. രാവിലെ മണിക്കൂറുകളോളം SFI മാർച്ചിന്റെ പേരിൽ റോഡിൽ ബാരിക്കേഡ് വെച്ച് ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു. SFI പ്രവർത്തകരെ പ്രതിഷേധിച്ച് പോസ്റ്റ് ഓഫീസ് കോമ്പൗണ്ടിനുള്ളിൽ കയറി പ്രതിഷേധിച്ചിരുന്നു. അതിനൊക്കെ പിന്നാലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും സംഘർഷത്തിലേക്ക് നീങ്ങിയത്. അല്ല, ഇപ്പോഴും ഈ പ്രവർത്തകർ അവിടെ തന്നെ തടിച്ചൂടി നിൽക്കുകയാണോ ജോസി? പൂർണ്ണമായും പ്രവർത്തകർ പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസും പൂർണ്ണമായും പിൻവാങ്ങിയിട്ടില്ല. ഏതാനും പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റി അറസ്റ്റ് രേഖപ്പെടുത്തി സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സൗത്ത് പോലീസിൽ SHO അടക്കമുള്ളവർക്കെതിരെയാണ് ഗൗരവതരത്തിലുള്ള ആരോപണം ഇവർ ഉന്നയിക്കുന്നത്. സംഘപരിവാർ സ്വഭാവമുള്ള പോലീസുകാരാണ്, കാവിയിട്ട പോലീസുകാരാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിടുന്നത്. അത് വനിതാ പ്രവർത്തകരോടടക്കം അപമര്യാദ രീതിയിലാണ് അവർ പെരുമാറുന്നത്, സംസാരിക്കുകയും ചെയ്തത്. ഇത് വെച്ചുപൊറിപ്പിക്കാനാവില്ല. ഈ സമരം തുടർന്ന് പോലീസിനെതിരെ എന്ന നിലയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വ്യാപിപ്പിക്കുമെന്നുള്ള കാര്യം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും SFI മാർച്ചിന് പിന്നാലെ KSUവും ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചുമായി എത്തിയത് മണിക്കൂറുകളോളം സംഘർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും പൂർണ്ണമായും സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല. ഏതാനും പ്രവർത്തകരെ മാത്രമാണ് പോലീസും അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. ബാക്കി ഉള്ള പ്രവർത്തകർ ഇപ്പോഴും അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. ദിവ്യ, യെസ്, ഇപ്പോഴും പ്രവർത്തകർ അവിടെ തന്നെ തുടരുന്നു. അകത്തേക്ക് കയറാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അതാണ് അവിടെ നിലവിൽ ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കാൻ കാരണമായിട്ടുള്ളത്. ജന്തർ മന്ദറിലെ പോലീസിന്റെ അതിക്രമത്തിൽ പ്രതിഷേധിച്ചും അതുപോലെ തന്നെ CJPയുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് ആലപ്പുഴയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. അതിനിടെ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഹെഡ് പോസ്റ്റ് ഓഫീസിനകത്ത് കയറുക ഉൾപ്പെടെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് അവരെ ബലം പ്രയോഗിച്ച് പുറത്തേക്ക് മാറ്റിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. അവർ അവിടെ തുടരുകയാണ്. ജോസിയുണ്ട്. ജോസി, എന്താണ് ഈ പ്രതിഷേധക്കാരുടെ അടുത്ത നീക്കം? എന്താണ്? അവിടെ തന്നെ തുടർന്ന് പ്രതിഷേധം തുടരാനാണോ തീരുമാനിച്ചിട്ടുള്ളത്? പ്രതിഷേധം തുടരാനുള്ള തീരുമാനത്തിലാണ് പ്രവർത്തകർ. പൂർണ്ണമായും പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പ്രവർത്തകർ പറയുന്നത്. ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. എന്തായാലും ഇപ്പോഴും പ്രവർത്തകർ സമരമുഖത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരമെങ്കിലും ഇപ്പോൾ അത് പോലീസിനെതിരെയുള്ള സമരമായി മാറിയിട്ടുണ്ട്. പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് അപമര്യാദയെ പെരുമാറി, വനിതാ പ്രവർത്തകരോടടക്കം അപമര്യാദയെ പെരുമാറി എന്നുള്ള ആരോപണം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസുമായുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ച് നടത്തുവാനും ഇപ്പോൾ അത്തരമൊരു ആലോചനയും നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോഴും പൂർണ്ണമായും സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല. പ്രവർത്തകർ റോഡിലും പോസ്റ്റ് ഓഫീസ് പരിസരത്തുമായി തമ്പടിച്ചിട്ടുണ്ട്. ഏതാനും പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുമുണ്ട്. ആലപ്പുഴയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. ചെറിയ ഒന്നും തള്ളും വാക്കേറ്റവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചില പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ജോസി ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.